ഇവിടെ പ്രേക്ഷകർ നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാലേ, രാഷ്ട്രീയവും മഴയും ഒക്കെ മാറ്റിവെച്ചാൽ ഈ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാലേ ഈ അവശ്യ സാധനങ്ങളുടെ വില വർധനവാണ്. അവശ്യ സാധനങ്ങൾ ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ വീട്ടിലൊക്കെ പറയുന്ന ഒരു 500 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ അതിൽ പോകാം. പക്ഷേ ഇപ്പോൾ ഒരു 500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും മാറിയിട്ടുണ്ടല്ലേ. ഈ പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അരിക്കും പച്ചക്കറിക്കും മീനിനും ഇറച്ചിക്കും ഒക്കെ വിലയാണെങ്കിലും എടുത്തു പറയേണ്ട ഒന്ന് വെളിച്ചെണ്ണ വിലയാണ്. ഈ വെളിച്ചെണ്ണ വില ശരവേഗത്തിൽ കുതിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പം ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഓണമൊക്കെ വരാൻ പോവുക. ഓണത്തിന് വെളിച്ചെണ്ണയ്ക്കുള്ള പ്രാധാന്യം ഒന്നും ചെറുതല്ല. കാരണം ഈ സദ്യവട്ടങ്ങൾ ഒരുക്കാനും പിന്നെ അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ഈ കുക്കിംഗ് അല്ലേ, നമ്മുടെ അടുക്കള ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയം ഓണക്കാലമൊക്കെയാണല്ലോ. അപ്പോൾ ഈ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ഇങ്ങനെ കയറുന്നത് എങ്ങനെയൊക്കെ മലയാളികളെ ബാധിക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില എത്രയെന്നറിയോ? 420 രൂപയാണ്. അതും കേര വെളിച്ചെണ്ണ വേണമെങ്കിൽ, അതായത് ബ്രാൻഡഡ് സർക്കാരിൻ്റെ കേര വെളിച്ചെണ്ണ വേണമെങ്കിൽ നമ്മൾ 525 രൂപ നൽകണം. സപ്ലൈകോ വഴി സബ്സിഡിയുള്ള വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയും ഒക്കെ കിട്ടാനില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ ഈ എണ്ണവില ഇരട്ടപ്രഹരമാണ് കേട്ടോ. സാധാരണക്കാരുടെ അടുക്കള ബജറ്റ് താളം തെറ്റിയെന്ന് മാത്രമല്ല, ഈ വില വർധന അത് ഹോട്ടൽ മേഖലയെ ബാധിക്കും. ചിപ്സ് വ്യാപാരികളെ ഒക്കെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ വില ഉയർത്തില്ലേ, ഹോട്ടലിലെ ഭക്ഷണങ്ങൾക്കുള്ള വില ഉയർത്തും. ഈ ചിപ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം 1 കിലോ മറ്റേ നമ്മുടെ കായ ചിപ്സ് ഇല്ലേ, ആ ചിപ്സിന് 300 രൂപയോ മറ്റോ കൊണ്ടാണ് ഒരു കിലോൻ്റെ വില. അപ്പോൾ ഇങ്ങനെ വില ഉയർത്തിയാലേ പറ്റുള്ളൂ. കാരണം 500 രൂപ കൊടുത്ത് ഇവർക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കണ്ടേ. അപ്പോൾ എല്ലാ മേഖലകളെയും ഈ വെളിച്ചെണ്ണ വില നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ജില്ലകളിൽ നിന്നും എങ്ങനെയാണ് നിലവിലെ ഈ ഒരു വെളിച്ചെണ്ണ വില സാധാരണക്കാരെ, മനുഷ്യരെ, സാധാരണക്കാരെന്നല്ലോ എല്ലാ മനുഷ്യന്മാരെയും ബാധിക്കുന്ന കാര്യമല്ലേ ഇതൊക്കെ. അപ്പം മനുഷ്യരെ എങ്ങനെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് എന്ന കാര്യം നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നമ്മുടെ ബിനിൽ ലീല സാബുവും, കൊച്ചിയിൽ നിന്ന് ഷീനയും, അതേപോലെ കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, 3 പേരും റെഡിയാണ്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം, ബിനിലിൽ നിന്ന് തുടങ്ങാം. ബിനിലെ, ഓണക്കാലമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഓണമൊക്കെ വരാൻ പോവുകയാണ്. വെളിച്ചെണ്ണ വിലയിൽ ഇനിയൊരു താഴ്ചയിലേക്ക് ഇത് പോകുമെന്ന് അടുത്ത കാലങ്ങളിലൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇപ്പം ഈ വീട്ടിലെ തേങ്ങ ഉള്ളവർക്ക് അതൊന്ന് ഉണക്കി തേങ്ങ ഈ എണ്ണയാക്കാമെന്ന് വിചാരിച്ചാൽ പോലും മഴയാണ്, പ്രതികൂല കാലാവസ്ഥയും ഒക്കെയാണ്. ഈ വെളിച്ചെണ്ണ വില സാധാരണക്കാരെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ബിനിലെ? സൈദു, നേരത്തെ ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ടു. ഈ മലയാളിയെ സംബന്ധിച്ച് ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണോ, മോർണിംഗ് എത്ര ഗുഡാണെന്ന് സംശയമുണ്ട്. കാരണം അടുക്കളയിൽ ചെന്ന് ഈ വെളിച്ചെണ്ണയിൽ കൈവയ്ക്കുമ്പോൾ ഉള്ളൊന്ന് പൊള്ളും. കാരണം അത്രയ്ക്കും വലിയ വിലയാണ് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോഴുള്ളത്. വലിയ വിലവർദ്ധനവ് വെളിച്ചെണ്ണയ്ക്ക് വന്നു. അത് സാധാരണക്കാരൻ മാത്രമല്ല, നേരത്തെ പറയുന്നതുപോലെ എല്ലാ വിഭാഗം മനുഷ്യരെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയൊക്കെ വലിയ രീതിയിൽ ബാധിച്ചു. നേരത്തെ പറഞ്ഞ ചിപ്സ് മേഖലയൊക്കെ, ഓണമാണ് വരുന്നത്. അപ്പോൾ ഈ വിലവർദ്ധനവ് മലയാളിയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും എന്നതിൽ തർക്കമില്ല. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഓയിൽ മില്ലിലാണ്, പൂജപ്പുരയിലുള്ള ഓയിൽ മില്ലിലാണ്. ഇവിടെ എണ്ണ, ഈ കൊപ്രയാട്ടി എണ്ണയാക്കുന്ന ഇടമാണ്. ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ അതിന് മുമ്പൊരു കാര്യം, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ റീറ്റെയിലായും കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി ആളുകളാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ ആകുമ്പോൾ 20 രൂപ കുറവുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇവിടേക്ക് ഓടി വന്ന് ഇവിടെ നിന്നാണ് വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ ഈ ഉടമ തന്നെ നമുക്കൊപ്പമുണ്ട്. ഈ വിലവർദ്ധനവ് എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സാധാരണ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ 10 കിലോ വാങ്ങിക്കുന്നവർ 5 കിലോ വാങ്ങിക്കുന്നുള്ളൂ. പകുതിയായിട്ട് ബിസിനസ് കുറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് എടുക്കുന്ന ആളുകൾ കുറച്ച് ഇപ്പോൾ എടുക്കുന്നുള്ളൂ, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ വരുന്നുണ്ട്. പക്ഷേ വാങ്ങിക്കുന്നത് കുറച്ചാണ് വാങ്ങിക്കുന്നുള്ളൂ. റീറ്റെയിലായിട്ട് വാങ്ങുന്ന ആളുകളുടെ ഒരു കൂടുതലായിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. എല്ലാവരും വാങ്ങിക്കാൻ കുറവൊന്നുമില്ല, ആൾക്കാരുടെ എണ്ണത്തിൽ കുറവൊന്നും വന്നിട്ടില്ല. വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ചു. ചില ഹോട്ടലുകാർ മാത്രം വേറെ എണ്ണയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് സൂര്യകാന്തി, കടലെണ്ണ, അതിലേക്കൊക്കെ അവർ മാറിയിട്ടുണ്ട്. ഹോട്ടലുകാർ വരവ് കുറവാണ്. എന്താണ് പ്രതിസന്ധിക്ക് ഇത്രയും ഒരു വിലവർദ്ധന കാരണം എന്താണ്? അത് തേങ്ങയുടെ വരവ് കുറവ്, തേങ്ങയുടെ വില കൂടാനാണ് കാരണം. തേങ്ങ 35 രൂപയുള്ളൂ കഴിഞ്ഞ വർഷം. ഈ വർഷം അത് 75 രൂപയായി. അതുകൊണ്ടാണ് എണ്ണയ്ക്ക് വില കൂടാൻ കാരണം. ഇപ്പോൾ കൊപ്ര 120 രൂപ എന്ന കൊപ്ര ഇന്ന് 280 രൂപ. അതാണ് ഇതിന് മെയിൻ കാരണം. ഇപ്പോൾ ഇവിടുത്തെ വില ഇപ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ 1 കിലോ 435 രൂപ, 1 ലിറ്റർ ആണെങ്കിൽ 405, 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ 205. കടകളിലേക്ക് വരുമ്പോൾ എത്ര രൂപയാണ് വർധന ഉണ്ടാവുക? കടകളിലേക്ക് വരുമ്പോൾ ഇത് 20 രൂപയുടെ ഡിഫറൻസ് വരും. നമ്മൾ കൊടുക്കുന്ന റേറ്റ് അനുസരിച്ച്. നമ്മൾ ഇപ്പോൾ 405 റീറ്റെയിൽ ആണെങ്കിൽ 400 രൂപയാണ് കടയ്ക്ക് കൊടുക്കുന്നത്. 5 രൂപയുടെ കിലോയ്ക്ക് 435 ആണെങ്കിൽ 430-നാണ് ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നത്. ബിസിനസ് സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണല്ലേ? 25 കിലോ 30 കിലോ എടുക്കുന്നവർ 15 കിലോ
20 കിലോയിലോട്ട് മാറിയിട്ടുണ്ട്. കസ്റ്റമർ നമ്മൾ റീറ്റെയിൽ കസ്റ്റമർ ആയാലും ശരി തന്നെ 4 കിലോ എടുക്കുന്നവർ 2 കിലോ, 2 കിലോ എടുക്കുന്നവർ 1 കിലോ, ആ രീതിയിലോട്ടാണ് പോയിരിക്കുന്നത്. സേതു, ഇതാണ് ഈ മില്ലുടമകളെ സംബന്ധിച്ച്, മില്ല് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കച്ചവടം കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് വരുന്ന ആളുകൾ വരുന്നുണ്ട്, അവർ വാങ്ങുന്ന ക്വാണ്ടിറ്റി നേരത്തെ 10 കിലോ എടുത്തുകൊണ്ടിരുന്ന ആളുകൾ 5 കിലോയിലേക്ക് കുറഞ്ഞു. അങ്ങനെ ലിറ്ററുകളിലും വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ സകല മേഖലകളെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് പൊതുവിപണിയിൽ കാര്യമായി തന്നെ ഇടപെടുമെന്ന് മന്ത്രി GRL നേരത്തെ പറയുകയും ചെയ്തതാണ്. പക്ഷേ സപ്ലൈകോ അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അവിടെയാണെങ്കിൽ വിലക്കുറവ് കുറച്ചുകൂടി ഉണ്ടാകും. പക്ഷേ അവിടെ സ്റ്റോക്ക് ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അതാണ് ഈ ആളുകളെ ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. എന്തായാലും ഓണക്കാലം വരികയാണ്. ഈ സമയത്ത് ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഓണക്കാലമായിരിക്കും മലയാളിക്ക് എന്തായാലും ഉണ്ടാവുക. ഇതിൽ അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി പറയുമ്പോൾ തന്നെയും ഈ പൊതു കേന്ദ്രങ്ങളിൽ, പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊന്നും ഈ സ്റ്റോക്ക് ഇല്ലാത്തതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് സാധാരണക്കാരെ എത്തിക്കുന്നത്. സേതു, തീർച്ചയായും ഒരു വിപണി ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം കൂടി, ഈ കേര വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റെയൊക്കെ പകരം മറ്റേ ഈ വ്യാജ എണ്ണകളൊക്കെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. വില കുറച്ച് വ്യാജ എണ്ണകളും ഇറങ്ങുന്നുണ്ട്. അതിലുമൊക്കെ ചിലരൊക്കെ വീണ് പോകുന്നുണ്ട് എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട്. പ്രസാദ്, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് എണ്ണവില. സ്റ്റീൽ ചുങ്കത്താണ്. ചുങ്കത്ത് ഇവിടെ ശ്രീജ, മനോജ്, പ്രമോദ് അവരെല്ലാം താമസിക്കുന്ന ആ വീട്ടിലാണുള്ളത്. ഇവിടെ അടുക്കളയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തന്നെ, രാവിലെ ആകുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ എല്ലാവരും എഴുന്നേക്കാനൊക്കെ അല്പം വൈകും. സ്വാഭാവികമായി അതിൻ്റെ രാവിലെ പ്രാതലുണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ പുട്ടുണ്ടാക്കിയിട്ടുള്ള റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രീചേച്ചിനോട് ചോദിക്കാം, ഇപ്പോൾ വെളിച്ചെണ്ണ വിലയാണ് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത്. അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വെളിച്ചെണ്ണയായിരിക്കും. ഇത് ഒരു മിനിറ്റ്, ഇത് കണ്ടിട്ട് പ്രേക്ഷകരാരും ഞെട്ടണ്ട. ഇത് സിനിമയിൽ പറഞ്ഞ പോലെ ഇത് കണ്ടാൽ വെളിച്ചെണ്ണ പോലെ തോന്നും. തൽക്കാലം വെളിച്ചെണ്ണയല്ല, അതെന്താണെന്ന് ആ ചേച്ചി തന്നെ പറയും. പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അടുക്കള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്, എണ്ണ ഉപയോഗിച്ചിട്ടുള്ളത്? ഞങ്ങൾ അധികവും പാം ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കലില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ കുറഞ്ഞു, വെളിച്ചെണ്ണേൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നത്. പാം ഓയിലിനാകുമ്പോൾ വില കുറവാണ്. സാധാരണ ഗതിയിൽ നമ്മൾ പിന്നെ ഈ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിച്ചിരുന്നു മുമ്പ്? വെളിച്ചെണ്ണയ്ക്ക് എത്ര വിലയില്ലാത്ത സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു. കൂടുതൽ തന്നെ അതാണ് ഉപയോഗിച്ചിരുന്നത്. കാരണം കറിക്കൊക്കെ നല്ല സ്വാദ് കിട്ടിയ വെളിച്ചെണ്ണയാണ്. പാം ഓയിലിനേക്കാളും വെളിച്ചെണ്ണ തന്നെയാണ് കറിക്ക് സ്വാദ്. ഇപ്പം ഇത് ഉപയോഗിക്കുന്നില്ല, ഇല്ല, അധികം കുറവാണ്. കുറച്ച് മേടിച്ച് വെക്കുള്ളൂ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്താണോ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കൂടുതൽ? അങ്ങനെയുള്ളപ്പോഴാണ് ഞങ്ങൾ ഇറച്ചിക്കറിയൊക്കെ വെക്കാനൊക്കെ ഉള്ളി വാട്ടാനൊക്കെ ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കല്. അല്ലാതെ വീട്ടിൽ സ്ഥിരം പാം ഓയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് പിന്നെ പപ്പടം കാച്ചനെ പോലും പണ്ട് വെളിച്ചെണ്ണയാണെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ കുറവാണ്, പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇല്ല. നമുക്ക് ഇവിടെ ഗൃഹനാഥന്മാർ കൂടി ഉണ്ട്, നമുക്ക് ചോദിക്കാം. ഇപ്പൊ വെളിച്ചെണ്ണയുടെ വില എങ്ങനെയാണ് നിങ്ങള്? വെളിച്ചെണ്ണേൻ്റെ വില എന്ന് പറയുന്നതിന് കൂടി ഇപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ആക്കി. അപ്പോൾ വെളിച്ചെണ്ണ വളരെ കുറവായിരുന്നു മേടിക്കുന്നത്. സൺഫ്ലവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ വറവിടാനും വെളിച്ചെണ്ണ മാത്രം വളരെ കുറച്ച് മാത്രമേ. ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ, നമ്മൾ മലയാളികൾ പൊതുവെ പണ്ട് നമ്മുടെ ഭക്ഷണ രീതി പറയുന്നത് കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പം പപ്പടം കാച്ചാനാണെങ്കിലും ഉപ്പേരിക്കാണെങ്കിലും കറികൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്വാദ് കൂടി മാറുന്നുണ്ടോ? ഇപ്പോൾ അതാണ്. ഇപ്പോൾ അത്യാവശ്യം ഇത്രയും വില കൂടിയ സ്ഥിതിക്ക് അത്യാവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ബാക്കി നമ്മൾ ഇതിന് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുക. ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗം അത്യാവശ്യത്തിന് മാത്രം വളരെ ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. അത്രയും ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില. ഇപ്പം 525 രൂപ കേര വാങ്ങണമെങ്കിൽ കൊടുക്കണം. 420 രൂപ മുതൽ 430, 440 പല രീതിയിലാണ് കമ്പനികളുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷെ അപ്പൊ അതിനകത്ത് വില വ്യത്യാസത്തിനനുസരിച്ച് വെളിച്ചെണ്ണ വാങ്ങുന്നത് കുറയുന്നു എന്നുള്ളതാണ്. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇപ്പം ഈ കൂലിയിൽ വലിയ വർധനവൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഈ അവശ്യ സാധനങ്ങളുടെ വിലയാണെങ്കിൽ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം ഈ ഒരു 600 രൂപ 700 രൂപ അല്ല കൂടി പോട്ടെ 1000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 500 രൂപ വെളിച്ചെണ്ണയ്ക്ക് പോകുമല്ലേ? ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയല്ലേ ഇതൊക്കെ?
തീർച്ചയായും. കാരണം നമ്മുടെ ജീവിത ചെലവ് കൂടുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു രുചി അത് മാറുകയാണ്. കാരണം മുമ്പും പാം ഓയിലും മറ്റ് സൺഫ്ലവറൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ വെളിച്ചെണ്ണ തന്നെയായിരുന്നു കൂടുതൽ ആളുകളും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അത് ഭക്ഷണത്തിലാണെങ്കിലും എല്ലാം. ഇപ്പോൾ അത് വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ വളരെ ഇപ്പം നമ്മൾ ഇവർ പറഞ്ഞ പോലെ ഇറച്ചിക്കറി വെക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെയായി അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയേറെ വില ഈ വരുന്നത് ആളുകളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്, പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിലും ശ്രീ ചേച്ചി പറഞ്ഞ പോലെ അടുക്കളയിൽ തന്നെയാണ് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഷീജ ചേച്ചിക്ക് ഇന്ന് പുട്ടിന് എന്താണ് കറി? പപ്പടം മാത്രമേ ഉള്ളൂ പ്രസാദ് ഇവിടെ? അവിടുന്ന് നമ്മൾ ആങ്കർ ചോദിക്കുന്നത് പുട്ടിന് എന്താണ് കറി എന്നാണ്. പപ്പടം മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കറിയാണോ വെച്ചിരിക്കുന്നത്? പുട്ടിന് ഇഷ്ടുകറി വെക്കുന്നുണ്ട്. ഇഷ്ടിക്കറി വെക്കുന്നുണ്ട്. പപ്പടമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി. ഇത് അങ്ങനെ പപ്പടം പൊടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. എണ്ണയുടെ വില അറിയാലോ അല്ലേ? ഒരു പീസ് പുട്ടും കൂടെ കഴിച്ചിട്ട് പോരും പ്രസാദേ. നമുക്കിനി കൊച്ചിയിലേക്ക് കൂടെ പോകാം. ഷീനയുണ്ട് നമുക്കിപ്പം. ഷീനെ, കൊച്ചിയിൽ എന്താണ് അവസ്ഥ? സേതു, ഞാൻ നിൽക്കുന്നത് ഒരു ചിപ്സ് കടയുടെ മുന്നിലാണ്. പൂർണ്ണമായും വെളിച്ചെണ്ണ കൊണ്ട് മാത്രം ചിപ്സ് ഉണ്ടാക്കി രുചികരമായ രീതിയിൽ ചിപ്സ് വിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സംരംഭകനാണ് ആൻ്റണി. ഇപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ഓണത്തോടുകൂടി വെളിച്ചെണ്ണ വില 600 കടക്കുമോ എന്ന ഒരു ആശങ്കയാണ് ആദ്യമേ തന്നെ ആൻ്റണി പങ്കുവച്ചത്. നമുക്ക് ആൻ്റണിയോട് തന്നെ ചോദിക്കാം എന്താണ് വെളിച്ചെണ്ണ വില വർധനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന്. കച്ചവടം എങ്ങനെ പോകുന്നു? കച്ചവടം നല്ലതായിട്ട് പോകുന്നുണ്ട്. പക്ഷേ വെളിച്ചെണ്ണയുടെ വില ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 2024 ഞങ്ങൾ കട ഓപ്പൺ ചെയ്യുമ്പോൾ വെറും 200 രൂപ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വെളിച്ചെണ്ണ വില ഒരു വർഷത്തിനിടെയാണ് ഇത്രയും കൂടിയിരിക്കുന്നത്. ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി കൂടെ വില കൂടിക്കഴിഞ്ഞാൽ മലയാളികൾ ഇത്തവണ 700 രൂപയ്ക്ക് ചിപ്സ് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ 1 കിലോ ചിപ്സ് വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇപ്പോൾ നമ്മൾ ഏറ്റവും മാക്സിമം വില കുറച്ചാണ് എല്ലാ കടകളും 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ 480 രൂപയ്ക്ക് ആട്ടിയ വെളിച്ചെണ്ണയുള്ള ചിപ്സാണ് കൊടുക്കുന്നത്. മാക്സിമം വില കുറച്ച് കൊടുക്കുന്നത്. ഇനി കുറയ്ക്കാൻ പറ്റില്ല. അത്രയും വില കുറച്ചിട്ട് തന്നെ കടം കയറിക്കൊണ്ടിരിക്കുക. എണ്ണ കാശിന് കൊടുക്കാനുള്ള പൈസ കയറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. ഈ ചൂട് ചിപ്സിനാണല്ലോ ആൾക്കാർ കൂടുതലുള്ളത്. അപ്പോൾ ഈ പണിക്കാരുടെ ഒരു സമയക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഈ ചൂട് ചിപ്സ് കുറേ സമയം നമുക്കിത് ഞങ്ങൾക്ക് എപ്പോഴും ചിപ്സ് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങനെ ഉണ്ടാക്കൽ നിർത്തണമൊന്നുമില്ല. ഇത് തുടർച്ചയായി വറുത്തുകൊണ്ടിരിക്കുക. ചിപ്സ് തീർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. എപ്പോഴും ചൂട് കൊടുക്കാൻ പറ്റുന്നു. നല്ല വെളിച്ചെണ്ണയിലായതുകൊണ്ട് ആൾക്കാർ വീണ്ടും വരുന്നുണ്ട് വാങ്ങിക്കാനായിട്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആളുകളുണ്ട് വാങ്ങിക്കാൻ. പക്ഷേ പ്രശ്നം എന്നുള്ളത് താരതമ്യേന കുറവാണ്. അതായത് ചിപ്സ് ഉണ്ടാക്കുന്നതിനായി ഇനി കുലയുടെ വിലയും കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ വില വർധനവ് പോലെ തന്നെ കുലയുടെ വിലയും കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ വെളിച്ചെണ്ണ വില വർദ്ധിക്കുമ്പോൾ ഓണക്കാലം കൂടിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഹലുവ നിർമ്മാണവും അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. കിലോ കണക്കിന് വെളിച്ചെണ്ണയാണ് ഹലുവ നിർമ്മാണത്തിനും നമുക്കറിയാം അതിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹലുവ നിർമ്മിക്കുന്നവരും ഇതേ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. അതായത് ഇത്രയധികം വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് മലയാളികൾക്ക് ഇത് വിറ്റ് പോയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഓണക്കാലം കൂടി വന്നു കഴിയുമ്പോൾ കിലോയ്ക്ക് അമിത വില കൊടുത്ത് ചിപ്സൊക്കെ വാങ്ങേണ്ടി വ്യാപാരികൾക്കും സാധാരണക്കാർക്കും ഒക്കെ വെളിച്ചെണ്ണ, നമ്മൾ ഈ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാണല്ലേ. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദ് അത് വേറെ തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ ഓണമൊക്കെ വരാണ്. ഓണം വരുമ്പോൾ സദ്യയാണ് ഏറ്റവും പ്രധാനം. തൂസനിരയിൽ ഒരു വശത്ത് ഒരു 2-3 ചിപ്സ് കണ്ടില്ലെങ്കിൽ മലയാളികൾക്ക് വല്ലാത്തൊരു സങ്കടമാണ്. ഞാൻ ഇന്നലെ ഈ ഡെസ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വെറുതെ പറഞ്ഞു, നമ്മൾ അവിടെ വെറുതെ പറയായിരുന്നു ഒന്ന് നല്ല ചൂട് വെളിച്ചെണ്ണ ചിപ്സ് കഴിക്കാൻ ഭയങ്കരമായിട്ടൊരു ക്രേവിങ് വരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വില കേട്ടപ്പോൾ 480 രൂപ 1 കിലോ ചിപ്സിന് കൊടുക്കണം. ഒരു കവറൊക്കെ മേടിച്ചാൽ നമ്മുടെയൊക്കെ ഒരു ആക്രാന്തം കാരണം അത് 10 മിനിറ്റിനുള്ളിൽ തീരുന്ന കാര്യമൊന്നും സംശയമില്ല. പക്ഷേ 480 രൂപ കൊടുക്കണം 1 കിലോ ചിപ്സിന്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. 520 രൂപ കൊടുക്കണ്ടേ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്? 1 കിലോ അല്ല, എനിക്കൊന്നും 1 ലിറ്റർ അല്ലേ വെളിച്ചെണ്ണ. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഈ 500 രൂപയ്ക്ക് മുകളിലാണ്. ഇതിന് വലിയ കാര്യം
നേരത്തെ ആ മില്ലുടമ പറഞ്ഞതുപോലെ തേങ്ങ വില ഭയങ്കര, 1 കിലോ തേങ്ങയ്ക്ക് 80 രൂപയോ 85 രൂപയോ ഒക്കെയാണ് ഇവിടെ കൊച്ചിയിലെ 1 കിലോ തേങ്ങയുടെ വില. അപ്പോൾ അങ്ങനെ തേങ്ങയ്ക്ക് ഇത്രയും വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണ വിലയും കൂടും. ഒരു വിപണി ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ മലയാളികളുടെ ഓണമൊക്കെ ഇത്തവണ ഗോവിന്ദയാകുമെന്ന കാര്യത്തിൽ, ഗോവിന്ദ ആയില്ലെങ്കിലും ഈ വെളിച്ചെണ്ണ ഇല്ലാതെ കറികൾക്കൊക്കെ എന്ത് ടേസ്റ്റ് കിട്ടാനാ? ഒരു ഇടപെടൽ, ഒരു വിപണി ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം.